രണ്ട് പാവയ്ക്കൊക്കെ കൈ പിടിച്ച് എന്താ പരിപാടി എന്നല്ലേ? ഒരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയി. അവിടെ ഒരു പാവയ്ക്ക ഉപ്പിലിട്ടത് കണ്ടു. പല സാധനങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ പാവയ്ക്ക ഉപ്പിലിട്ടത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ? അന്നേരം വന്ന ഉടനെ എനിക്ക് തോന്നി നല്ല വെള്ളപ്പാവയ്ക്ക വാങ്ങിച്ചിട്ട് ഒന്ന് ഉപ്പിലിടാമെന്ന്. പക്ഷെ ഉപ്പിലിടുന്നത് എൻ്റെതായ ഒരു രീതിയിൽ, അത് അവരെങ്ങനെ ഇട്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്കിത് റൗണ്ടിൽ അരിഞ്ഞിട്ട് ഒന്ന് ആവി കയറ്റാവേ. അല്ല പെട്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാൻ കിട്ടത്തില്ലല്ലോ. അത് തന്നെയല്ല, നമ്മൾ വാങ്ങുന്ന പാവയ്ക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ഉപ്പിലിട്ട് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റുക, അല്ലെ കയ്പിൻ്റെ ആ ഒരു രസം ഒന്ന് ഇച്ചിരി കുറയാനും എല്ലാം കൂടെ വേണ്ടിയിട്ട് ഇതൊരു പരീക്ഷണം പോലെ ഞാനൊന്ന് ഇട്ട് നോക്കുവാണേ. അപ്പം നോക്കാം. ഇതാദ്യം തന്നെ പാവയ്ക്കാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഞാനൊന്ന് റൗണ്ടിൽ അരിയാണ്. ഇത്രയും ഒരു കട്ടിയിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കയ്പൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ഓർക്കുന്നത്. പരീക്ഷണം ആയതുകൊണ്ട് തന്നെ 2 പാവയ്ക്ക എടുത്തിട്ടുള്ളേ. ഇതാ ഒരപ്പച്ചമ്പിലോട്ട് അതിന് മുമ്പ് ഒരു നുള്ള ഉപ്പും കൂടെ പുരട്ടിയിട്ട് വെക്കാം അല്ലേ. കണ്ടോ, ഒരു പിഞ്ച് ഉപ്പ് ഒന്ന് പുരട്ടിയിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് അപ്പച്ചമ്പിലോട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതിയേ. നമുക്ക് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. ഒന്ന് ആവി കയറിയാലേ. ഒന്ന് മൂടി വെച്ചേക്കാം. ഒരുപാട് വെന്ത് പോരുത് കേട്ടോ. ഒന്ന് ആവി കയറുക. ഒന്ന് ആവി കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി കൂടെ ആയിക്കോട്ടെ അല്ലേ. പച്ച ഒന്ന് മാറുന്ന ഇതാ കണ്ടോ, ഒന്ന് ആവി കയറിയിട്ടുണ്ടേ. ഓഫ് ചെയ്തേക്കാം. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഇത് പാവയ്ക്ക ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയാണോ എന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഞാനിതൊരു പരീക്ഷണം തന്നെയാണ്. ഒരു പാവയ്ക്ക എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നോർമലായിട്ട് ഞാൻ ഉപ്പിലിടും. ഇത് ഇങ്ങനെ ഒന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടും കാണിച്ചു തരാം. ഇനിയുണ്ടല്ലോ, തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കാം. കണ്ടോ, പാകത്തിന് കല്ലുപ്പ്. വിനാഗിരി ഒരു 1.5 സ്പൂൺ ഒഴിക്കാവേ. ഇനിയും ഇതിനകത്തോട്ട് എരിവ് നല്ലപോലെ ഇറങ്ങണം. അതിന് ഞാൻ കാന്താരി ഇത്ര എടുത്തിട്ട് ചതച്ചു. വെറുതെ കാന്താരി ഇടുകയല്ല, ചതച്ചിടുക, എരിവ് ഇറങ്ങാൻ വേണ്ടി. കണ്ടോ, ഇനിയും നമ്മുടെ പാവയ്ക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. പാവയ്ക്ക നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങ് മൂടി വെച്ചേക്കാം. ഇതിൻ്റെ പരീക്ഷണ വിജയം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇല്ലെങ്കിൽ നല്ല വെള്ള പാവയ്ക്ക കിട്ടുമ്പോൾ ഒന്ന് ഉപ്പിലിട്ട് വെച്ചോ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാവയ്ക്ക ആണെന്ന് എടുക്കാനൊരു മടിയായിരുന്നു. പക്ഷേ കഴിച്ചു നോക്കിയപ്പം കുറേ എടുത്ത് കഴിച്ചു. നല്ലതായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞാനും പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.